നമസ്കാരം. മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാർക്ക് ഈ ഒരു പുതുവർഷം എപ്രകാരം മനോഹരമാക്കി തീർക്കാം എന്നതിനെക്കുറിച്ചും ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കൂറുകാരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ചില പ്രതിവിധികളുമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ജ്യോതിഷം നോക്കിയാലും ഇല്ലെങ്കിലും ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും സംഭവിക്കും. എന്നാൽ ജ്യോതിഷപരമായിട്ട് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രയാസങ്ങൾ സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ മോശം കാലങ്ങളിലാണ് എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് കണ്ടകശനി നടക്കുന്ന കാലങ്ങൾ, ഏഴരശനിയുടെ കാലങ്ങൾ, അതോടൊപ്പം തന്നെ ശനിദശയുള്ള സമയങ്ങൾ, ചില പ്രത്യേക ദശാകാലങ്ങൾ തുടങ്ങിയ സമയത്തൊക്കെ ചില പ്രയാസങ്ങൾ ചില വ്യക്തികൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ ചില പ്രയാസങ്ങളൊക്കെ സംഭവിക്കുന്നത് അവരുടെ കാലദോഷമുള്ള സമയത്താണ് അല്ലെങ്കിൽ മോശം കാലങ്ങളിലാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ പലപ്പോഴും കൂടുതലും ആളുകൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ് ഒരു ആചാര്യനെ വിളിച്ച് അവരുടെ ജാതകം പരിശോധിക്കുമ്പോഴോ അല്ലെങ്കിൽ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴോ ആയിരിക്കും. ആ സമയത്ത് പലതരത്തിലുമുള്ള പ്രതിവിധികൾ ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞ് അതിനുള്ള പരിഹാരം തേടുക എന്ന് പറയുന്നത് അത്ര കണ്ട് എളുപ്പമല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുമുള്ള മാനസിക ആരോഗ്യ പ്രയാസങ്ങൾ അതാത് ആളുകൾ സഹിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇനിയൊരു പുതിയ വർഷം വരാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു സമയത്ത് എങ്ങനെയാണ് കൂടുതൽ ആപത്തിലേക്കൊന്നും പോകാതെ ദാമ്പത്യപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമ്പത്തിക രീതിയിലുമെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഓരോ നക്ഷത്രക്കൂറുകാർക്കും സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഗ്രഹനിലയുടെ പ്രത്യേകത അനുസരിച്ച് എന്തൊക്കെ ശുഭകാര്യങ്ങൾ സംഭവിക്കാം, അതുപോലെ ദോഷം സമയമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പുതുവർഷം മനോഹരമാക്കി തീർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്ന ജ്യോതിഷപരമായ ചില ടിപ്സുകളാണ് ഇതിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഓരോ നക്ഷത്രക്കൂറുകാരും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അപ്രകാരം പറയുമ്പോഴാണ് ഈ കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ആദ്യം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരുടെ ഈ ഒരു സമയത്തെ ഫലം നമുക്കൊന്ന് പറഞ്ഞു പോകാം. നിലവിൽ ഏഴരശനിയുടെ തുടക്കമാണ്. 2026 എന്ന് പറയുന്നത് പൂർണ്ണമായും ഏഴരശനി നടക്കുന്ന കാലം തന്നെയാണ്. അതുപോലെ തന്നെ വ്യാഴദൃഷ്ടി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലയളവാണ് മേടക്കൂറുകാർക്ക്. ചില പൊതുഫലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപാട് പുരോഗതിയും ധന ആഢ്യത്വവും ഒക്കെ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉള്ളതായിട്ട് പുതുവർഷ ഫലത്തിൽ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു. എന്നാൽ പുതുവർഷം മനോഹരമാക്കി തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 2026 തുടക്കം മുതൽ അവസാനം വരെയുള്ള കാലയളവിൽ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരാതിരിക്കാൻ മേടക്കൂറുകാർ പൊതുവിൽ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം എടുത്തു പറയേണ്ടത് ആരോഗ്യ കാര്യങ്ങളാണ്. നിലവിൽ ഇപ്പോഴത്തെ ഫലപ്രകാരം ശാരീരിക ക്ലേശങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ സ്വയം വിലയിരുത്തുകയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ 12ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് അധികരിച്ച ചെലവുകൾ ഉണ്ടാകുക, സാമ്പത്തിക നഷ്ടങ്ങൾ വരിക, അതുപോലെ പല കാര്യങ്ങളും വളരെ വേഗത്തിൽ നടന്നു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് സംയോജിതമായിട്ട് കാര്യങ്ങൾ നടത്താൻ കഴിയാതെ പോകുക, പൊതുവിൽ ഒരു മന്ദത അനുഭവപ്പെടുക. അതായത് ശനി ഈ നക്ഷത്രരാശിയോട് ചേർന്ന് വരുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വേഗത കുറയും. വ്യക്തിപരമായിട്ട് തന്നെ
ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് മാറും എന്നുള്ളതാണ് ജ്യോതിഷം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരമാണെങ്കിൽ ശനിയാഴ്ച ദിവസം ശനീശ്വര പ്രീതി ചെയ്യാം. അതുപോലെ കലിയുഗ വരദനായ അയ്യപ്പസ്വാമിയെ ഭജിച്ച് ക്ഷേത്ര ദർശനമൊക്കെ ചെയ്ത് നീരാഞ്ജനമോ നെയ്വിളക്കോ എള്ളുതിരിയൊക്കെ തെളിച്ച് ഈ ഒരു സമയത്തെ കാലദോഷം മാറുന്നതിനുള്ള പ്രാർത്ഥനകൾ ചെയ്യാം. എന്നാൽ അതോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസങ്ങൾ വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുക എന്നിവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ദാനധർമാദികൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ മേടക്കുറുകാർ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം, ഓരോ വർഷവും കടന്നു വരുന്നത് പലതരത്തിലുമുള്ള അനുഭവത്തോടു കൂടിയായിരിക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കണം എന്ന് തന്നെയാണ്. എന്നാൽ ഓരോ ആളുകളുടെയും ജാതകത്തിലെ ഗ്രഹനില വ്യത്യാസമാണ്, അഥവാ വിധി എന്ന് നമ്മൾ പറയും. എല്ലാവർക്കും ഒരേ ആയുസ്സല്ല, എല്ലാവർക്കും ഒരേ ആരോഗ്യമല്ല. ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളിലും വ്യത്യസ്തത പുലർത്തുന്നവരും വ്യത്യസ്തമായ പ്രായക്കാരുമായിരിക്കും നമ്മൾ ഓരോരുത്തരും. അങ്ങനെ വരുമ്പോൾ ആ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൊഴിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ സമയത്ത് പ്രാർത്ഥന ആവശ്യമാണ്. ജോലിയിൽ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും നല്ല നിലയിലേക്ക് ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ അനിവാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ജോലിയിൽ മാറ്റമുണ്ടാകും, വേണ്ടത്ര ഗുണങ്ങൾ ലഭിക്കാതെ പോയേക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജനുവരിക്ക് മുന്നേ തന്നെ നിരവധി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, വ്യാഴമാറ്റമൊക്കെ നടക്കുന്നുണ്ട്. അപ്രകാരമൊക്കെ സംഭവിക്കുമ്പോൾ ജനുവരിയോടുകൂടി ഈ നക്ഷത്രക്കൂറുകാർക്ക് കൂടുതൽ പ്രാർത്ഥനയും ശ്രദ്ധയും ആവശ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്രതീക്ഷിത ധനാഗമന യോഗമൊക്കെ പുതുവർഷത്തിൽ കാണുന്നു എങ്കിലും ഏറ്റവും കൂടുതൽ ആരോഗ്യ കാര്യങ്ങളിൽ ദോഷം വരാതിരിക്കാനുള്ള പ്രാർത്ഥനയും ശ്രദ്ധയും ഈ നക്ഷത്രക്കൂറുകാർക്ക് അനിവാര്യമാണ്. ഇവിടെ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ലക്ഷണശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ്. നമുക്ക് നല്ല കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മോശം കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ പരിഗണിച്ച് ആരോഗ്യ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ഈ സമയത്ത് മുന്നോട്ട് പോകേണ്ടത്. നിലവിൽ 2025 മാർച്ചോടുകൂടി തന്നെ ഈ നക്ഷത്രക്കുറുകാർക്ക് ഏഴരശനിയുടെ തുടക്കമായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തിന് മുന്നോടിയായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ജാതകം പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള നിരവധി ആളുകളുണ്ടാകും. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ഒരു പുതുവർഷം കടന്നു പോകും. കാരണം അവരിത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് പ്രയാസങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകളും ദാനധർമാദികളും ഒക്കെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതിന് പ്രതിവിധി തേടാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ വർഷത്തെയും പുതുവർഷ ഫലമൊക്കെ അവതരിപ്പിച്ചിരുന്നു. നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞു പോയ പുതുവർഷ ഫലങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം അവരവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് വിശകലനം ചെയ്യുകയും ആ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന പുതുവർഷ ഫലവും കൂടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ദേവപ്രീതിയുടെ കുറവാണ് ഈ സമയത്തുള്ള യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ട് തന്നെ ദേവപ്രീതിക്കായിട്ട് കൂടുതൽ പരിശ്രമിക്കേണ്ടുന്ന ഒരു കാലയളവാണ്. പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മനോനിയന്ത്രണം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടൊരു സമയമാണ്. കഴിയുമെങ്കിൽ ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യായാമങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടുന്ന സമയമാണ്. ഇതൊക്കെ പറയുമ്പോൾ നിരവധി ആളുകൾ കൃത്യമായിട്ട് വ്യായാമമൊക്കെ ചെയ്തു പോകുന്നവരുണ്ടാകും, പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്യുന്ന ആളുകളുണ്ടാകും. അത്തരത്തിൽ ശ്രദ്ധയോടുകൂടി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ സമയം മോശമാകുമ്പോൾ ശ്രദ്ധ കുറയും, അലസത വർദ്ധിക്കും. അതാണ് പ്രധാന കാരണം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, എത്രത്തോളം അലസത വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ. ഒരുപക്ഷെ വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ പോലും ഏഴരശനിയുടെ തുടക്കത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും പിന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഉറക്കം കുറവുണ്ടാകുക, ശ്രദ്ധ കുറയുക, അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യമുണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരുന്നതുകൊണ്ടാണ് അല്പം വ്രതങ്ങളൊക്കെ എടുത്ത് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്രപൂർവർക്ക് ഈ പുതുവർഷത്തിൽ നേടാനും കഴിയും. അതിനെക്കുറിച്ചൊക്കെ പുതുവർഷ ഫലത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എപ്പിസോഡ് കാണാത്ത ആളുകൾ അത് കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലോ. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലമാണ് നോക്കേണ്ടത്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം
ഈ പുതുവർഷം മനോഹരമായി തന്നെയാണ് കാണുന്നത്. കാരണം സാമ്പത്തിക കാര്യങ്ങളിലും പൊതുവായിട്ട് ശാരീരിക കാര്യങ്ങളിലുമെല്ലാം വളരെ ശ്രേഷ്ഠമായ ഒരു വർഷം തന്നെയാണ്. എന്നാൽ വളരെ ഈശ്വരാധീനത്തോടു കൂടി ചേർന്നിരിക്കുന്ന ആളുകൾക്ക് പോലും പ്രാർത്ഥനയ്ക്കനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കണമെന്നില്ല. കാരണം വ്യാഴം 2ാം ഭാവത്തിലൊക്കെ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും വ്യാഴ ദൃഷ്ടി നേരിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഒരുപക്ഷെ കലാരംഗത്തൊക്കെ വളരെ ശോഭിക്കാൻ കഴിയുമെങ്കിലും വേണ്ടത്ര അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയേക്കാം. അല്ലെങ്കിൽ കഷ്ടതകൾക്കനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാതെ പോയേക്കാം. ഈ കാര്യം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അവരവരുടെ ഹാർഡ് വർക്കിനനുസരിച്ച് അല്ലെങ്കിൽ പ്രവൃത്തികൾക്കനുസരിച്ച് ഫലസിദ്ധി ഉണ്ടാകാനുള്ള പ്രാർത്ഥനകൾ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ജാതക നിരൂപണം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിരവധി ആളുകൾ വളരെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ആളുകൾ അതൊക്കെ അവരുടെ ഭാഗ്യമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ആ ഭാഗ്യം അവരിലേക്ക് എത്തുന്നതിന് കഠിനാധ്വാനവും പരിശ്രമവും ക്ഷമയും അതിനെല്ലാത്തിനും ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അതിനുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ചില ആളുകളുടെ വിജയത്തിന് പിന്നിൽ അവരുടെ മാതാപിതാക്കളായിരിക്കാം. അവരുടെ പ്രാർത്ഥന കൊണ്ട് മക്കൾ വളരെ ഉയർന്ന തലത്തിലേക്കൊക്കെ പോകുന്നതായി കാണാൻ കഴിയും. ഒരുപക്ഷെ മക്കൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന നിരവധി മാതാപിതാക്കളുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന തന്നെയാണ് ഒരുപക്ഷെ പല സ്ഥലത്തും തോറ്റു പോകുന്നിടത്ത് മക്കളെ വിജയിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഠിനമായ പരിശ്രമത്തോടൊപ്പം തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു ഭാഗ്യമെന്ന ഘടകം കൂടി നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. എന്തായിരുന്നാലും എല്ലാ മനുഷ്യർക്കും ഒരുപോലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരേപോലെ ഗുണങ്ങളും ഉണ്ടാവില്ല. 2026 എന്ന പുതുവർഷം ഇടവക്കൂറുകാർക്ക് വലിയ ദോഷങ്ങൾ കാണിക്കുന്നില്ല. ശാരീരികപരമായിട്ട് വലിയ ദോഷങ്ങൾ കാണിക്കുന്നില്ല. എന്നാൽ ദൈവപ്രീതിക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥനകൾ ഈ പുതുവർഷത്തിൽ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ 2026 ചെയ്യുന്ന ദേവകർമ്മങ്ങൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, അർച്ചനകൾ കൊണ്ട് വരും കാലങ്ങളിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് ശ്രേഷ്ഠത ഭവിക്കാൻ സാധിക്കും. മേടക്കൂറിലേക്ക് ശനി പ്രവേശിക്കുന്ന സമയത്ത് ഈ നക്ഷത്രക്കൂറുകാർക്ക് ഏഴരശനിയുടെ തുടക്കമാകും. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ് ഇപ്പോഴേ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ആ കാലവും മനോഹരമായ കാലമാക്കി മാറ്റാൻ ഇടവക്കൂറുകാർക്ക് സാധിക്കും. ഇതേ നക്ഷത്രക്കാരിൽ പല ആളുകളും ഇപ്പോഴും വളരെയേറെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവർ വളരെ മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥനയോടുകൂടി കർമ്മങ്ങൾ ചെയ്തവരാവാം. പൊതുവിൽ ചിന്തിക്കുമ്പോൾ 2026 മനോഹരമാക്കി തീർക്കാൻ ഈ നക്ഷത്രക്കൂറുകാർ ചെയ്യേണ്ടത് ദേവകർമ്മങ്ങളാണ്, അഥവാ ഈശ്വര പ്രാർത്ഥന തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈശ്വര പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള കർമ്മത്തിനനുസരിച്ച് ഫലസിദ്ധി ഉണ്ടാകാനുള്ള പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. അപ്രകാരമല്ലെങ്കിൽ വേണ്ടത്ര ഫലസിദ്ധി ലഭിക്കാതെ പോകാനോ അഹം വർദ്ധിക്കാനോ ഒക്കെ സാധ്യത ഈ സമയത്തുണ്ട്. പലപ്പോഴും ചില സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും അത് സ്ഥായിയായിട്ട് നിൽക്കാതെ പോകാനോ പിന്നീട് അപമാനമുണ്ടാകാനോ ഒക്കെ സാധ്യതയും ഈ പുതുവർഷത്തിലുണ്ട് എന്നുള്ളതാണ്. വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇത് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നക്ഷത്രക്കൂറുകാർക്ക് വരാൻ വേണ്ടിയല്ല, അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയാണ്. കാർത്തികയുടെ അവസാനത്തെ 45 രോഹിണിയും മകീരത്തിൻ്റെ ആദ്യ പകുതിയുമാണ് ഇടവക്കൂറിൽ വരുന്നത്. ഈ നക്ഷത്രക്കാരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് കാണുന്നത്. പുതുവർഷവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. പൊതുവിൽ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാൻ ഒരാളുടെ പ്രായം കൃത്യമായി മനസ്സിലാക്കേണ്ടതൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇതിനകത്ത് കൂടുതലും ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. പൊതുവായിട്ടുള്ള നക്ഷത്രഫല പ്രകാരം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മിഥുനക്കൂറുകാർക്കാണ്. മകീരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും ചില നക്ഷത്രക്കൂറുകാർക്ക് ഈ പുതുവർഷം മനോഹരമാക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായി മാറാനുള്ള പ്രാർത്ഥനകൾ വളരെയേറെ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അതായത് തൊഴിൽപരമായിട്ട് പ്രയാസങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മിഥുനക്കൂറുകാർ ചെയ്തു പോയി കഴിഞ്ഞാൽ 2026 എന്ന പുതുവർഷം ഈ നക്ഷത്രക്കൂറുകാർക്ക് ഭാഗ്യമായിട്ട് മാറും. മറ്റ് ദോഷങ്ങളൊന്നുമില്ലാത്ത ഒരു പുതുവർഷമാണ്. ആരോഗ്യകാര്യങ്ങളിലും വലിയ ദോഷങ്ങൾ ഈ പുതുവർഷത്തിൽ കാണുന്നില്ല. എന്നാൽ വളരെ മുന്നേ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധയ്ക്ക് ആവശ്യമായിട്ട് വരും. പുതുവർഷത്തിൽ മിഥുനക്കൂറുകാർക്ക് തൊഴിൽ തടസ്സങ്ങളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ജോലികളിൽ പ്രയാസങ്ങൾ വരാതിരിക്കാൻ
നിയമപ്രശ്നങ്ങൾ വരാതിരിക്കാനൊക്കെയുള്ള ശ്രദ്ധയും പ്രാർത്ഥനയും ഈ പുതുവർഷത്തിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് ആവശ്യമാണ്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടതും മിഥുനക്കുറുകാർക്ക് ഏറ്റവും കൂടുതൽ ദൈവപ്രീതിയുള്ള സമയമാണ്. പലപ്പോഴും ദൈവപ്രീതിയുള്ള സമയത്ത് ദോഷങ്ങളില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ കണ്ടേഷന് നടക്കുന്ന സമയമായതുകൊണ്ട് ദൈവപ്രീതി പല പ്രയാസങ്ങളെയും ലഘൂകരിക്കുമെങ്കിലും ചില മനക്ലേശങ്ങളൊക്കെ ഈ സമയത്തും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് നല്ല കാര്യങ്ങൾ ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ഈ നക്ഷത്രക്കുറുകാർക്കുണ്ട്. എങ്കിലും ഈ പുതുവർഷം മനോഹരമാക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇതിലൂടെ സൂചിപ്പിച്ചത്. ഇനി കർക്കിടകക്കുറുകാരെ കുറിച്ചാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം. ഈ 3 നക്ഷത്രക്കാരും പുതുവർഷത്തെ മനോഹരമാക്കാൻ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവരുടെ ഭാഗ്യസിദ്ധിക്കായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്തരം പ്രാർത്ഥനകൾ കൊണ്ട് വളരെ ഫലസിദ്ധി ഈ സമയത്ത് ഈ നക്ഷത്രക്കുറുകാർക്ക് അനുഭവിക്കാൻ കഴിയും. ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അപ്രതീക്ഷിത ഭാഗ്യ യോഗങ്ങളൊക്കെ ഈ ഒരു പുതുവർഷം സമ്മാനിക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് ഈ വർഷത്തിൽ ഉണ്ടെങ്കിലും ചില ആളുകളുടെ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാതകത്തിലെ ഗ്രഹനിലയിൽ ഭാഗ്യം വളരെ കുറവുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാഗ്യമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോയി 2026 പൂർത്തിയായാലും പ്രതീക്ഷിച്ച ഫലങ്ങൾ കിട്ടാതെ പോകാം. അതുകൊണ്ടാണ് ഈ പുതുവർഷത്തിൽ ഭാഗ്യം ഉണ്ടാകാനുള്ള പ്രാർത്ഥനകൾ പ്രത്യേകം ചെയ്യണമെന്ന് പറയുന്നത്. ഒരുപക്ഷെ കഠിനാധ്വാനം ചെയ്ത് ഫലമുണ്ടാകുന്നതിന് തൊട്ട് മുന്നേ തന്നെ ചില പ്രയാസങ്ങളൊക്കെ ഇവർക്കുണ്ടാവാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭാഗ്യദായകമായ പ്രാർത്ഥനകൾ ചെയ്യണമെന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അവരവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകൾ ചെയ്യാം. കുലദേവതാ പ്രീതിയൊക്കെ ഭാഗ്യസിദ്ധിക്കായിട്ട് ചെയ്യാവുന്നതാണ്. മാതാപിതാക്കളെ പൂജിക്കുന്നത് നല്ലതാണ്. ഗുരു പ്രീതിക്കായിട്ടുള്ള പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. അഥവാ ഗുരുവിന് ദക്ഷിണയൊക്കെ നൽകുന്നതൊക്കെ ഭാഗ്യമുണ്ടാകാൻ നല്ലതാണ്. അതുപോലെ തന്നെ അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പ്രകാരം ഏറ്റവും ഉത്തമമായ ദിനങ്ങളിൽ അവർക്ക് ചില ദാനങ്ങളൊക്കെ ചെയ്യുന്നത് ഭാഗ്യസിദ്ധിക്ക് കാരണമാവും. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ദാനം ചെയ്യുന്നത് ഈ നക്ഷത്രക്കുറുകാർക്ക് ഭാഗ്യസിദ്ധിക്ക് കാരണമാവും എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ചില നക്ഷത്രക്കാരെ കുറിച്ച് മാത്രമാണ് ഇതിലൂടെ ഇപ്രകാരമുള്ള ചില ടിപ്സുകൾ പറയുന്നത്. ചില നക്ഷത്രക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദോഷങ്ങളില്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താലും ഗുണഫലങ്ങൾ വരും. പക്ഷേ കർക്കിടകക്കുറുകാർക്ക് ഈ പുതുവർഷത്തിൽ അപ്രകാരം ദോഷങ്ങളില്ലാതിരിക്കാനുള്ള കാര്യം മാത്രം ചെയ്താൽ പോരാ, ഭാഗ്യമുണ്ടാകാനുള്ള കാര്യങ്ങൾ കൂടി പ്രാർത്ഥനയിലൂടെ ചെയ്യേണ്ടതുണ്ട്. അഥവാ ദാനധർമാദികളായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി ചിങ്ങക്കുറുകാരെ കുറിച്ചാണ് നോക്കുന്നത്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ നക്ഷത്രക്കാർക്ക് 2026 മനോഹരമാക്കി തീർക്കാൻ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഇവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നിലവിൽ വ്യായാമമൊക്കെ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യായാമമൊക്കെ തുടങ്ങുന്നത് ഈ പുതുവർഷത്തിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ധന ആഢ്യത്വം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ജാതക പരിശോധന ചെയ്തിട്ട് ധനപരമായ കാര്യങ്ങളിൽ ജാതകത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പ്രാർത്ഥന ചെയ്തു പോകേണ്ടതായിട്ടും ഉണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പുതുവർഷം ചിങ്ങക്കുറുകാർക്ക് മനോഹരമായ ഒരു പുതുവർഷമായിട്ട് മാറും. അഷ്ടമശനി നടക്കുന്ന സമയമായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. എന്നാൽ ആയുസ്സിന് ദോഷമില്ലാത്ത പുതുവർഷമാണ് എന്നുള്ളത് കൊണ്ട് അതൊരു ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അഷ്ടമഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക. എന്നാൽ വലിയ ദോഷങ്ങൾ അതിലൂടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നിരുന്നാലും ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്രകാരമുള്ളൊരു പുതുവർഷമാണ് ചിങ്ങക്കുറുകാർക്ക് കാണുന്നത്. ഇനി ഇവിടെ ചില ഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കുറുകാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ സമീപമായിട്ട് ഇവർക്ക് ലഭിക്കും. പുതുവർഷ ഫലത്തിൽ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോയാൽ വളരെ ഭാഗ്യമുള്ള ഒരു പുതുവർഷമായിട്ട് ഈ ചിങ്ങക്കുറുകാർക്ക് മാറും എന്ന് തന്നെയാണ് കാണുന്നത്. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കാൻ കഴിയാതിരിക്കുക, വളരെ ഉയർന്ന തലത്തിലേക്ക് എത്തിയിട്ടും ചില മനക്ലേശങ്ങൾ ഉണ്ടാകുക എന്നിവയ്ക്കൊക്കെ സാധ്യത ഈ പുതുവർഷത്തിലുണ്ട്. എങ്കിലും അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ചില ഗുണാനുഭവങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കും. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടും കാണുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുക, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക, എളിമ കൊടുക്കുക. പ്രത്യേകിച്ച് ചിങ്ങക്കുറുകാരെന്ന് പറയുന്നത് സൂര്യക്ഷേത്രം അഥവാ ഈ ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ്. വളരെയേറെ പവർ കൂടുതലുള്ള രാശിക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ എളിമയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അഹമായിട്ടത് മാറാനോ ഒരുപക്ഷെ ഉദ്ദേശിച്ച ഗുണങ്ങൾ ലഭിക്കാതെ പോകാനും ഒക്കെയുള്ള സാധ്യത കാണുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ള് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയേക്കാം.
കാരണം ബാഹ്യമായ പെരുമാറ്റം ധാർഷ്ട്യമായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള പെരുമാറ്റത്തിലും ആ ഒരു എളിമ നിലനിർത്താൻ വേണ്ടിയിട്ട് ചിങ്ങക്കുറുകാർ 2026 പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദേഷ്യത്തെ കുറച്ച് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹനശക്തിയും ക്ഷമയും ഒക്കെ വളരെ ആവശ്യമാണ്. ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി പ്രാർത്ഥനയോടുകൂടി വേണം ഡ്രൈവിങ്ങിലേക്കൊക്കെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നിയമപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു പുതുവർഷമാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയാൽ അഷ്ടമശനി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിങ്ങക്കുറുകാർ 2026 ബാധിക്കാതിരിക്കും. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ശനിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയും ദാനമൊക്കെ വളരെ നല്ലതാണ്. മറ്റേത് ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും അഷ്ടമശനി കാലത്ത് ആരോഗ്യ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ശനിയാഴ്ച പ്രാർത്ഥിക്കാം. എന്നാൽ ധനപുരോഗതിക്ക് വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം ഇവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി എടുക്കാൻ തിങ്കളാഴ്ചയുള്ള പ്രാർത്ഥനയ്ക്കും കൂടുതൽ ഫലം ചെയ്യും. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവരവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകൾ ചെയ്യാം. ഹൈന്ദവവിശ്വാസ പ്രകാരമാണ് തിങ്കളാഴ്ച പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദുർഗാദേവിക്കോ ശിവപാർവതി പൂജയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച വിഷ്ണു പ്രീതി നല്ലതാണ്. ശനിയാഴ്ച ശനീശ്വര പ്രീതിയോ അയ്യപ്പനെ ഭജിക്കുന്നത് ഈ നക്ഷത്രക്കുള്ളവർക്ക് നല്ലതാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും ശിവഭജനം ആഴ്ചയിൽ ഒരു ദിവസം മുടങ്ങാതെ ചെയ്യുന്നതും ഈ നക്ഷത്രക്കുള്ളവർക്ക് അഷ്ടമശനിയുടെ കാഠിന്യം കുറയുന്നതിന് കാരണമാവും എന്ന് മനസ്സിലാക്കാം. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. ഇനി കന്യക്കുറുകാരെ കുറിച്ചാണ്. ഉത്രത്തിൻ്റെ അവസാനത്തെ 40 നാഴിക, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. ഈ നക്ഷത്രക്കുറുകാർക്ക് ഒരുപാട് ഭാഗ്യമുള്ള ഒരു പുതുവർഷമാണ് വരുന്നത്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങളാണ് ഈ പുതുവർഷത്തിൽ ഇവരെ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ വളരെ സ്നേഹത്തോടുകൂടി പോകുന്ന ദമ്പതികൾക്ക് പോലും ചില മനക്ലേശങ്ങൾ ഉണ്ടാകുക, ഈ പ്രായഭിന്നത വരിക, അതുപോലെ തന്നെ കലഹിക്കാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ലാളിത്യം നിറഞ്ഞ ജീവിതത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അഹം കൈവെടിയുക, എളിമ കാണിക്കുക, പരസ്പരം വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ 2026 പുതുവർഷം ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ 2025 മാർച്ചോടുകൂടി ശനി 7ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉള്ളതായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലൂടെ കാണുന്നത്. എന്നാൽ അത് പരിഹരിക്കാനുള്ള ഒരു പുതുവർഷമായിട്ട് 2026 പരിഗണിച്ചാൽ ഇത്തരത്തിൽ എളിമയോടുകൂടി വിട്ടുവീഴ്ചയോടുകൂടി പ്രവർത്തിച്ച് ആ കാര്യങ്ങളെ പരിഹരിച്ച് സന്തോഷപ്രദമായ ജീവിതം നയിക്കാൻ ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കും. കുടുംബ ബന്ധങ്ങളിൽ ചില അകൽച്ചകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ പിണങ്ങാനൊക്കെയുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. സംസാരത്തെ നിയന്ത്രിക്കുക എന്നതിന് വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ കർമ്മരംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ കഴിയും. കാരണം വ്യാഴം കർമ്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയമാണ്. ഇത് ജോലി ലഭിക്കും. എന്നാൽ ജോലിയിൽ ഒരു സ്ഥിരത കുറവ് കാണിക്കുന്നുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ജോലിയിൽ സ്ഥിരത ഉണ്ടാവാനുള്ള പ്രാർത്ഥന ഈ ഒരു സമയത്ത് ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമുണ്ടാകാൻ സാധ്യതയില്ല. പല ആളുകളും ആചാര്യന്മാരെ വിളിക്കുന്നത് അവരുടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഈ ജാതകമൊക്കെ പരിശോധിക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പോഴേക്കും അവർ വളരെയേറെ പ്രതിസന്ധികളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാകും. അപ്പം ഇങ്ങനെയൊന്നും വരാതെ വളരെ മുൻകൂട്ടി തന്നെ ജാതകമൊക്കെ പരിശോധിച്ച് ഇത്തരം പ്രയാസങ്ങൾ വരാതിരിക്കാൻ ലളിതമായ പ്രാർത്ഥനകൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ജാതകം അനുസരിച്ചിട്ടുള്ള ദോഷങ്ങൾക്ക് മാത്രമാണ് പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ അത്തരം കാര്യങ്ങൾ എടുത്തു പറയാത്തത്. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിയാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ദമ്പതികളായിട്ടുള്ള ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം പ്രാർത്ഥനകൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ രണ്ടുപേരുടെയും പേരിൽ നേർച്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. 6 മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണെങ്കിൽ 2026 പുതുവർഷം ഈ നക്ഷത്രക്കൂറുകാർക്ക് ഭാഗ്യമായിട്ട് മാറും. മറ്റൊരുപാട് ഗുണങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഈ വർഷത്തിൽ ലഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വർഷഫലത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി തുലാക്കൂറുകാരെ കുറിച്ചാണ്. ചിത്രയുടെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഈ 3 നക്ഷത്രക്കാർക്കും ഒരുപാട് ഗുണാനുഭവങ്ങൾ ഈ ഒരു പുതുവർഷം സമ്മാനിക്കുന്നു. ഭാഗ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവരിലേക്ക് വന്നു ചേരും. നല്ല ഗുരുക്കന്മാർ ലഭിക്കും. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ പുതുവർഷം മനോഹരമായി തീരാൻ വേണ്ടി ഇവർ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രോഗാരിഷ്ടതകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ സമയത്ത് അസ്ഥി സംബന്ധമായ ചില പ്രയാസങ്ങളൊക്കെ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകും. നടുവേദന പോലുള്ള കാര്യങ്ങൾ, അതുപോലെ കാലുവേദന, കൈവേദന പോലുള്ള കാര്യങ്ങളൊക്കെ ലളിതമായിട്ട് ഇവർക്ക് വന്ന് മാറിപ്പോകുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ ഉഭയരാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത് 6ാം ഭാവത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെ വന്ന് മാറിയ കാര്യങ്ങൾ പിന്നെയും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ നിലവിൽ ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അത് മാറിയിട്ട് വീണ്ടും വരുന്നതായിട്ട് കാണുന്നു. അത്തരത്തിൽ രോഗങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥന ഈ നക്ഷത്രക്കൂറുകാർക്ക്
2026 ആവശ്യമാണ്. പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രാർത്ഥന ചെയ്യുക. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാവാതെ 2026 മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ കഴിയും. രോഗം, ശത്രുത എന്നിവ വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമായിട്ടാണ് തുലാക്കുറുകാർക്ക് ഇപ്പോൾ കാണുന്നത്. അത് പലപ്പോഴും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. വളരെ പ്രിയപ്പെട്ടവർ പോലും ശത്രുക്കളായി മാറുന്ന ചില സാഹചര്യങ്ങളുണ്ടാവാം. നിയമം ഇവർക്ക് അനുകൂലമല്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിയമപ്രശ്നങ്ങളൊന്നും പോയി ചാടാതെ ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണ്. തർക്കം, വഴക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടുന്ന ഒരു കാലയളവാണ്. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ട് ചില സമയത്ത് ചില മോശാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നുള്ളത് കൊണ്ട് ആരെയും സഹായിക്കരുത് എന്നുള്ളതല്ല, പക്ഷെ ആ സഹായിക്കുന്ന സമയത്ത് അവനവന് ദോഷം വരാതിരിക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടതാണെന്ന് സൂചിപ്പിച്ചത് മാത്രം. എന്തായിരുന്നാലും ഒരുപാട് നന്മയുള്ള ആളുകൾ തന്നെയാണ് തുലാക്കുറുകാർ. അവർക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ കണ്ടശനി, ഏഴശനി, ജന്മശനി ഒന്നും ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചില പ്രയാസങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. കണ്ടശനി, ഏഴശനി, ജന്മശനി മാത്രമല്ല ആളുകൾക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കുക. നല്ല കാലങ്ങളിലും മോശം കാലങ്ങളിലുമെല്ലാം നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത് പലരും മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ നല്ല കാലങ്ങളിൽ മോശം സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ നമുക്ക് പെട്ടെന്ന് മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ കാര്യമായി നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രക്കുറുകാർക്ക് ഇപ്പോൾ നല്ല സമയമാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ കാര്യമായി ബാധിക്കാത്തത് മാറിപ്പോകും. എങ്കിലും ചില മനോവിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. എന്നാൽ കണ്ടശനി, ഏഴശനി, ജന്മശനി ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെയേറെ പ്രയാസങ്ങളുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ പരിശ്രമിച്ചാലും ചില കാര്യങ്ങൾ മറികടത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയാതെ വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റെല്ലാ കാര്യങ്ങളിലും 2026 എന്ന പുതുവർഷം ഈ നക്ഷത്രക്കുറുകാർക്ക് നക്ഷത്ര ഫലപ്രകാരം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില മുന്നേറ്റങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ല വർഷമാണ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഈ നക്ഷത്രക്കുറുകാർക്ക് അനുഭവിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വൃശ്ചികക്കുറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ വളരെ കൂടുതലായിട്ടുള്ള ഒരു വർഷമാണ് 2025. എന്നാൽ ഈ 2025 ദോഷങ്ങളില്ലാതിരിക്കാൻ, അഥവാ ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക പ്രയാസങ്ങളോ ഇല്ലാതിരിക്കാൻ ഇവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. വെറുതെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് മനപ്രയാസങ്ങൾ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. അത് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ചിന്തകളിലേക്ക് മനസ്സിനെ നയിക്കാൻ വേണ്ടി ശ്രമിക്കുക. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കുക. വളരെ മുമ്പുള്ള ചില അസുഖങ്ങളൊക്കെ ഈ സമയത്ത് അല്പം കൂടുതലായിട്ടൊക്കെ കാണാൻ കഴിയും. എന്നിരുന്നാലും അത് പിന്നീട് കുറഞ്ഞ് വളരെ ആശ്വാസമൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ തന്നെ വളരെ മനോവിഷമം കൊടുത്ത് അത് കൂടുതൽ പെരുപ്പിക്കാതെ അതിനെയൊക്കെ ലളിതമായി കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് വൃശ്ചികക്കുറുകാർ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ സന്താന കാര്യങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥനയും ശ്രദ്ധയും കൊടുക്കുന്നത് 2026 വളരെ നല്ലതാണ്. കാരണം 5-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങളിലൂടെ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരോട് സ്നേഹമായിട്ട് പെരുമാറാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ സന്താനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുക. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ഈ രീതിയിലൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2026 എല്ലാ രീതിയിലുള്ള സൗഭാഗ്യം സന്താനങ്ങളിലൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശനി 2 രീതിയിലാണ് നമുക്ക് ഗുണം നൽകുന്നത്. ഒന്ന്, നമ്മളെ പരീക്ഷിച്ച് നമ്മളെ നല്ല നിലയിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ ചില പരീക്ഷണങ്ങൾ കൊണ്ട് ദുഃഖങ്ങൾ നമുക്ക് തരികയും ചെയ്യും. അപ്പോൾ ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കുമ്പോഴാണ് നമുക്ക് ഭാഗ്യം ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. ഇനി വൃശ്ചികക്കുറുകാർക്ക് ഒരുപാട് ഭാഗ്യങ്ങളും ഈ പുതുവർഷത്തിൽ വരുന്നുണ്ട്. എന്നാൽ ദേവപ്രീതിക്ക് പ്രത്യേകം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുക. പൊതുവിൽ വളരെ വിശ്വാസികളൊക്കെ ആണെങ്കിലും സന്ധ്യനാമ ജപങ്ങളോ അല്ലെങ്കിൽ അതുപോലെ കീർത്തനങ്ങൾ ജപിക്കുന്നതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ വ്യാഴം മറഞ്ഞു നിൽക്കുന്ന ഒരു സമയം പോലെയാണ്. അങ്ങനെ വരുമ്പോൾ ദേവപ്രീതിയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഫലങ്ങൾ കിട്ടാതെ പോകാം. ഗുരുപ്രീതി ഉണ്ടെങ്കിലും ഗുരുവിൻ്റെ അനുഗ്രഹം കുറഞ്ഞു പോകാം. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഗുരുക്കന്മാർക്ക് പ്രീതി നൽകി ഗുരുപ്രീതി നേടാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകേണ്ടുന്ന ഒരു പുതുവർഷമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വൃശ്ചികക്കുറുകാർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ഈ പുതുവർഷത്തിൽ ഉണ്ടാകുക. മനോനിയന്ത്രണങ്ങൾ വരാൻ പ്രാർത്ഥന നല്ലതാണ്. അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനങ്ങൾ നല്ലതാണ്. ഇതൊക്കെ അവരവരുടെ ജാതകവിധി പ്രകാരവും വിശ്വാസപ്രകാരവും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. ഇനി ധനുക്കുറുകാരെ കുറിച്ചാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ഈ നക്ഷത്രക്കുറുകാർക്ക് വലിയ ദോഷങ്ങളില്ലാത്ത ഒരു പുതുവർഷമാണ്.
എല്ലാ രീതിയിലും ദേവപ്രീതിയൊക്കെയുള്ള ഒരു വർഷമായിട്ട് തന്നെ ഈ പുതുവർഷത്തെ കാണേണ്ടതുണ്ട്. എന്നാൽ കണ്ടകശനി നടക്കുന്ന സമയമാണ്, അതായത് ഈ നക്ഷത്രക്കൂറിൻ്റെ 4-ൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ചില പ്രയാസങ്ങൾ, മനോദുഃഖങ്ങളൊക്കെ ഈ നക്ഷത്രക്കൂറുകാർക്ക് വളരെയേറെ ദുഃഖങ്ങൾക്ക് കാരണമായേക്കാം. വളരെ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് പോലും മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും വളരെ പ്രിയപ്പെട്ടവർ തന്നെ ഇവരെ കുറ്റപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. ഇതൊക്കെ വലിയ വിഷമത്തിന് കാരണമായേക്കാം. അപ്രകാരം ചിന്തിക്കുമ്പോൾ അപ്രിയമായ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വരാതിരിക്കാനുള്ള പ്രാർത്ഥന ഈ സമയത്ത് ചെയ്തു പോകേണ്ടതുണ്ട്. എളിമയോടുകൂടി പെരുമാറാൻ ശ്രദ്ധിക്കുക. നിയമപ്രശ്നങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വീടുമായി ബന്ധപ്പെട്ടുള്ള കടങ്ങൾ, ബാധ്യതകൾ ഇവയൊക്കെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ, കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പരിശ്രമവും പ്രാർത്ഥനയും നമുക്ക് തീർച്ചയായിട്ടും ഫലം നൽകും. പ്രാർത്ഥന ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. പരിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ധനുക്കുറുകാർക്ക് ഈ പുതുവർഷത്തിൽ ശുഭകാര്യങ്ങൾ നേടാൻ വേണ്ടി കഴിയുകയുള്ളൂ. പൊതുവിൽ ഇച്ചിരി മടിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ കഴിയുമെങ്കിലും ആ കാര്യങ്ങൾക്കൊക്കെ ഉചിതമായ സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാവാം. അപ്പോൾ സമയനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പുതുവർഷമാണ് എന്നുള്ളത് കൂടി ധനുക്കുറുകാരെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പൊതുവായിട്ട് നല്ലതാണെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ഈ പുതുവർഷത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് കാണുന്നില്ല. ഇനി മകരക്കൂറുകാരെ കുറിച്ചാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി, ഈ 3 നക്ഷത്രക്കാർക്കും ശുഭഫലങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. നിലവിൽ കണ്ടശനി, ഏഴശനി, ജന്മശനി ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. അതുകൊണ്ട് ഒരുപാട് നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ ഇതേ നക്ഷത്രക്കാർക്ക് അവരുടെ ദശാസന്ധികൾ കൊണ്ട് പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജാതകത്തിലെ ഗ്രഹനിലയിൽ സർപ്പദോഷമുള്ള ആളുകൾ, അഥവാ കാള സർപ്പദോഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷത്തിൽ കൂടുതൽ ശ്രദ്ധയും പ്രാർത്ഥനയും ദാനധർമാദികളും ഒക്കെ ചെയ്യേണ്ടതായിട്ട് പറയേണ്ടതുണ്ട്. കാരണം ഈ പുതുവർഷത്തിൽ ഈ രീതിയിലുള്ള ചില ഗ്രഹസഞ്ചാരങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് അത്തരം ദോഷങ്ങൾക്ക് ശക്തി വർദ്ധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ധനം നഷ്ടപ്പെട്ടു പോകാനോ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ, മറ്റുള്ളവരുമായിട്ട് തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ ഈ നക്ഷത്രക്കൂറുകാർ ചിന്തിക്കുന്നൊരു കാര്യം ഇവർക്കിപ്പോൾ ദോഷസമയമല്ലല്ലോ എന്നുള്ളതായിരിക്കാം. എന്നാൽ വ്യാഴം 6-ാം ഭാവത്തിൽ അഥവാ മിഥുന രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ദേവപ്രീതി കുറഞ്ഞിരിക്കും എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥനയുടെ ഫലസിദ്ധി ലഭിക്കാതെ പോകും. അല്ലെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് ഫലം കാണാതിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. എന്നിരുന്നാൽ പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫലസിദ്ധി ഇല്ലെങ്കിൽ പോലും വരുന്ന പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ അത്തരം പ്രാർത്ഥന നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഫലമുണ്ടാകുമ്പോഴാണ് ആ കാര്യം ചെയ്യാൻ നമുക്ക് വീണ്ടും മനസ്സിന് സന്തോഷമുണ്ടാകുക. എന്നാൽ പ്രാർത്ഥിച്ചിട്ടും ഫലമില്ലാണ്ട് വരുമ്പോൾ പലപ്പോഴും വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ട് കൃത്യമായി പ്രാർത്ഥനകൾ നടത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് നല്ല ഫലങ്ങൾ ഇവർക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് വ്യാഴം 6, 8, 12 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഗ്രഹനിലയിലുള്ള ആളുകൾ, അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തിൽ പ്രയാസങ്ങളുള്ള ജാതകമുള്ള ആളുകൾ, അതോടൊപ്പം തൊഴിലിന് സ്ഥിരതയില്ലാത്ത അഥവാ ജോലിയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ എന്നിവർക്ക് 2022 പ്രത്യേകം പ്രാർത്ഥന ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ലളിതമായ ചില മാർഗങ്ങളുണ്ട്. ഒരു ജാതകത്തിലെ ഗ്രഹനില പ്രകാരം ലഗ്നത്തിന്റെ 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും അശുഭ ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്നുവെങ്കിൽ കർമ്മപരമായ ചില തടസ്സങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ ദേവപ്രീതി ഇല്ലാത്ത ജാതകം അഥവാ ദേവപ്രീതി കുറവുള്ള ജാതകമാണെങ്കിൽ ദേവപ്രീതിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്താൽ തൊഴിലിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് നല്ല ഫലങ്ങൾ ഈ വർഷഫലത്തിൽ മകരക്കൂറുകാർക്ക് കാണുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഒരു പുതുവർഷം മനോഹരമാക്കാൻ വേണ്ടി നക്ഷത്രക്കൂറുകാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അവരവരുടെ ജാതകം പരിശോധിച്ച് ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, ധനനേട്ടം ഉണ്ടാകാനുള്ള പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതാണ്. ദേവപ്രീതി വർദ്ധിക്കാനുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. ദേവപ്രീതി വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥന ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസമാണ്. ധനനേട്ടത്തിനായിട്ട് വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ജാതകത്തിലെ ഗ്രഹനില പ്രകാരം ലഗ്നത്തിന് 2-ാം ഭാവാധിപനായിരിക്കുന്ന ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനകളും ഈ സമയത്ത് ചെയ്താൽ സാമ്പത്തിക പുരോഗതി ഈ നക്ഷത്രക്കൂറുകാർക്ക് നേടാൻ കഴിയും. പൊതുവിൽ ഈ ഒരു സമയത്തെ നക്ഷത്രഫലപ്രകാരം തൊഴിലിലൊക്കെ അല്പം മാന്ദ്യമുള്ള സമയമാണ്. എന്നാൽ ഈശ്വരാധീനമൊക്കെ ഉണ്ട് എങ്കിലും പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ പലപ്പോഴും ലഭിക്കാതെ പോയേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ 2026 ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഈ നക്ഷത്രക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായിട്ട് ചില ധനാഗമന യോഗവും ഭാഗ്യവും ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കൂറുകാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പൊതുവായി ചിന്തിക്കുമ്പോൾ 2026 ഭാഗ്യ വർഷം തന്നെയാണ് മകരക്കൂറുകാർക്ക്. ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ ഉള്ളവർക്കാണ് ഈ ഒരു പുതുവർഷത്തിൽ പ്രത്യേകം പ്രാർത്ഥന അനിവാര്യമായിട്ടുള്ളത്. ഇനി കുംഭക്കൂറുകാരെ കുറിച്ചാണ്. അവിട്ടത്തിന്റെ അവസാനത്തെ 30 നാഴിക, ചതയം, പുരുരുട്ടത്തിലെ ആദ്യത്തെ 40 നാഴിക, ഈ 3 നക്ഷത്രക്കാർക്കും
വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലയളവാണ്. കാരണം ഏഴരശ്ശനി നടക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സങ്ങളാണ് ഈ ഒരു പുതുവർഷത്തിൽ വരെ കാത്തിരിക്കുന്നത്. അപ്രതീക്ഷിത ധനാഗമന യോഗം ഉണ്ടാകും. ധാരാളം ധനങ്ങളൊക്കെ വരും. എന്നാൽ അതുപോലെ തന്നെ ധനം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം. അതിനുശേഷം പിന്നീട് പ്രതീക്ഷിച്ച പോലെ പണം വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ധനമൊക്കെ വരുന്ന സമയത്ത് പിടിച്ച് ചെലവാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അല്പം സേവിങ്സ് ഒക്കെ ചെയ്തു പോകുന്നത് ഈ നക്ഷത്രക്കൂറുകാർക്ക് വളരെ നല്ലതായിരിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ ധനപുരോഗതിക്കായിട്ടുള്ള പ്രാർത്ഥന ചെയ്യേണ്ടതായിട്ടുണ്ട്. കർമ്മ തടസ്സങ്ങൾ മാറാനുള്ള പ്രാർത്ഥന ചെയ്യേണ്ടതായിട്ടുണ്ട്. സംസാരത്തെ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച വ്രതങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് കൂടുതൽ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചില ആശ്വാസങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ്. എന്നാൽ സന്താന ക്ലേശങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു പുതുവർഷമാണ്. ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. വിദേശ പര്യടനത്തിന് സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നല്ല കാര്യങ്ങളാണ് ഈ വർഷത്തിൽ കൂടുതലും സംഭവിക്കുക. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ജാതകത്തിൽ വിദേശവാസ യോഗം ഇല്ല എങ്കിൽ അതിനുള്ള പ്രാർത്ഥന നക്ഷത്രക്കാർ പ്രത്യേകം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ചില യോഗങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും, എന്നിട്ട് ആ ജാതക പ്രകാരമുള്ള നിർഭാഗ്യങ്ങൾ അതിനകത്ത് വന്ന് യോഗം അവസാനം നടക്കാതെ പോകുന്നതായിട്ട് കാണാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ നടന്നെന്ന് വരുന്നിട്ട് പിന്നീട് നടക്കാതെ പോകും, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആ കാര്യം നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം കിട്ടാതെ പോവുകയോ ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകും. ഇതിനൊക്കെ ചെയ്യേണ്ടത് അവരവരുടെ ജാതകം പരിശോധിച്ച് ഭാഗ്യക്കുറവുണ്ടെങ്കിൽ ഭാഗ്യം പരിഹരിക്കാനുള്ള പ്രാർത്ഥനകൾ ചെയ്യുക. അതുപോലെ കൂടുതൽ പരിശ്രമം ചെയ്യുക എന്നുള്ളതിനും വളരെ പ്രാധാന്യമുണ്ട്. മറ്റ് ദോഷങ്ങളൊന്നും ഈ പുതുവർഷത്തിൽ കാര്യമായിട്ട് ഈ കുംഭക്കൂറുകാർക്ക് കാണുന്നില്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഇനി മീനക്കുറുകാരുടെ കാര്യമാണ്. പുരുരുട്ടാതിര അവസാനത്ത് പനിഞ്ഞാഴിക, ഉത്രട്ടാതി രേവതി, ഈ 3 നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യയോഗമുള്ള ഒരു പുതുവർഷമാണ്. ജന്മശനി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആരോഗ്യകരങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നടക്കുമ്പോൾ തട്ടി വീഴാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പുതുവർഷമാണ്. വളരെ ചെറിയ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ പുതുവർഷം വളരെ മനോഹരമാക്കി തീർക്കാൻ മീനക്കുറുകാർക്ക് സാധിക്കും. വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു വർഷമാണ്. ഇനി ഇവിടെ വിവാഹിതരായിരിക്കുന്ന മീനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ ദമ്പതികൾ കലഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പുതുവർഷമാണ്. പലപ്പോഴും ഈ സമയത്ത് മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ അവർ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുകയോ തെറ്റിദ്ധരിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടുന്ന ഒരു പുതുവർഷമാണ് എന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യ കാര്യങ്ങൾ കൊണ്ട് നിലവിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജാതകവിധി പ്രകാരമുള്ള പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ ശ്രേഷ്ഠത ഭവിക്കുന്നതിന് വേണ്ടിയിട്ടും ശുഭകാര്യങ്ങൾ സംഭവിക്കാനും ഒക്കെയുള്ള പ്രാർത്ഥനകൾ ഈ സമയത്ത് ചെയ്യാം. നിലവിൽ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ജന്മശനിക്കുള്ള പരിഹാരം ചെയ്തു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഒരു പ്രാർത്ഥനയും ചെയ്യേണ്ടതില്ല. ആ കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. കഴിവതും ശനിയാഴ്ച ചെയ്യുന്ന ദാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ശനിയാഴ്ച എടുക്കുന്ന വ്രതങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഇനി അപ്രകാരം ശനിയാഴ്ച വ്രതം എടുക്കാൻ സാധിച്ചില്ലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതുള്ള ഒരു സമയമാണ് ഇപ്പോൾ എന്ന് ഈ നക്ഷത്രക്കൂറുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിവതും മറ്റുള്ളവരെ സഹായിക്കുന്നത് ഈ നക്ഷത്രക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. അപ്രകാരം ജന്മശനിയുടെ ദോഷഫലങ്ങൾ വളരെ കുറയുന്നതായിട്ട് കാണാൻ കഴിയും. സഹനശക്തിയോടെ മുന്നോട്ട് പോകണം. ക്ഷമ കൊടുക്കേണ്ടുന്ന സമയമാണ്. അനാവശ്യമായിട്ട് കരയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ വേഗത കുറയുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. അതിനെ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. മടിയെ കൈവെടിഞ്ഞ് കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ 2026 എന്ന പുതുവർഷം ഈ നക്ഷത്രക്കൂറുകാർക്ക് സമ്മാന മഴയുടെ ഒരു വർഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സർഗാത്മകമായ കഴിവുകളുള്ള ആളുകൾക്ക് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പുതുവർഷമാണ്. അതുകൊണ്ട് ജന്മശനി കാര്യമായി ഇവരെ ബാധിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിലൂടെ സൂചിപ്പിച്ചത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഓരോ നക്ഷത്രക്കൂറുകാരെ കുറിച്ചും പറയാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ അവരവരുടെ പ്രായം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ആ കാര്യങ്ങൾ അറിയാൻ കഴിയുക. ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങൾക്കായിട്ട് നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട്. എന്നാൽ കൂടുതലും ആളുകൾക്ക് ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു. പ്രകാരം ഫോൺ വിളിച്ച് ലഭിക്കാത്ത ആളുകൾക്ക് വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ അയക്കാം. ഇത്തരം സന്ദേശങ്ങൾ പരിഗണിച്ച് തിരിച്ചു വിളിക്കുന്നതിനുള്ളൊരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരുടെ 2026 എന്ന പുതുവർഷം മനോഹരമാക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളും ജ്യോതിഷ സംബന്ധമായ ചില ടിപ്സുകളുമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് ഏവർക്കും ഈ പുതുവർഷം ശുഭകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.